അപ്പൊ ദേ ഇന്ന് ഐശ്വര്യമായി നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജഡ്ജസ് റെഡി, കണ്ടസ്റ്റന്റ്സ് റെഡി, ഓർക്കസ്ട്ര റെഡി, എല്ലാരും റെഡി. എന്നാ പിന്നെ ഓർക്കസ്ട്ര വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് അത്ര സുഖിക്കുന്നില്ല. നമുക്ക് ഗ്രൂ റൗണ്ടിലേക്ക് പോയാലോ. സോ ലെറ്റ്സ് വെൽക്കം സ്നേഹ. ോഴുമ്പോൾ ഒരു ഭിക്ഷാന്തേഹിയായി പാടുമ്പോൾ ഇനിയും പരിഭവമരുതേ സ്വാമിൻ, ഇനിയും പരിഭവമരുതേ. കൈവെടിഞ്ഞു എൻ്റെ മുറജപം മാത്രമെന്തേ നീ മറന്നു. ഇനിയും പരിഭവമരുതേ സരിഗമഗ, ഇനിയും പരിഭവമരുതേ സരിഗമഗ, ഇനിയും മകരി സരിഗമ ഗരിഗമഗ, ഇനിയും പരിഭവമരുതേ. മദ മഗ ഗമ ദിഗ സരി സദ സദ ദസ ഗരി സദ സരി ടി സദ മദ സ ഗരി സദ സരി മഗരി സരി ദ സദ മഗരി സരി രി ഗ ഗമ മദ രി ഗ ഗമ മദ ദസ ഗമ മദ ദസ സരി സരി രി സ സദ മദ സാ സ 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 ദ ദ മദ സരി രി 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 സദ സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ
പരിഭവമരുതേ. അടിപൊളി. ഗുഡ്. സ്നേഹ, ശരിക്കും ഇപ്പൊ ഈ ഗ്രൂവ് റൗണ്ട് ആരോട് എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കണം. ഇപ്പൊ കണ്ടസ്റ്റൻസിനോട് ചോദിക്കണോ ഓർക്കസ്ട്രയോട് ചോദിക്കണോ എന്നുള്ള കൺഫ്യൂഷനില്ല. എങ്ങനെ ഉണ്ടായി പാച്ചുചേട്ടാ? അതാണ് പാച്ചുനോടാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. അതെ, അല്ല, ഈ പാട്ട് കുറച്ച് ടഫായിരുന്നു. കാരണം ഓൾറെഡി ഈ പാട്ടിൽ കുറെ കൊണസ്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ ഇതാരാണ് ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തത്? ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പ് ഡിസൈൻ ചെയ്തത് ആരാണ്? അല്ല, ഡിസൈൻ ചെയ്തല്ല. അപ്പം അതിൽ നിന്ന് കുറച്ച് ഗതി മാറ്റിയിട്ട് വായിക്കണമെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് സെറ്റ് ചെയ്തതാണ്. പക്ഷെ വലിയ കൺഫ്യൂസിംഗ് ഒന്നും അല്ലായിരുന്നു. ഇല്ല, വലിയ കൺഫ്യൂസിങ് അല്ലായിരുന്നു. കാര്യം അടുത്തടുത്ത് ഒരു സമം കിട്ടുന്ന പോലെ ഉണ്ടായിരുന്നു ആ അതെ ഗ്രൂപ്പ്. അതെ. മറ്റേ അന്തം വിട്ട് അന്തരീക്ഷത്തിൽ കൊണ്ട് കാട്ടിലൊക്കെ അഴിച്ചു വിട്ട പോലെ അല്ലായിരുന്നു. അതിനൊരു നിങ്ങളെ സപ്പോർട്ട് ചെയ്തായിരുന്നു ആ ഗ്രൂപ്പ്. പക്ഷെ ഇതില് ഈ പറഞ്ഞ മാതിരി നേരത്തെ ഗ്രൂപ്പുകളെ പോലെ ഇവർക്കായിരുന്നു ടാസ്ക്. ഇത് മോൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. സ്നേഹയ്ക്ക് അല്ലായിരുന്നു ഇത്. അതെ, ഇത് ഇവർക്കുള്ള ടാസ്ക് ആയിരുന്നു. റൗണ്ട് ആക്ച്വലി ആർക്കാണെന്നുള്ളതാണ്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ. സ്നേഹ, ഉഗ്രം പാട്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ എനിക്കൊരൊറ്റ ഡൗട്ടുണ്ട് സ്നേഹ. കൈതപ്രാണാച്ചിയാണ് മ്യൂസിക് അല്ലേ? അദ്ദേഹം തന്നെ എഴുതിയാൽ പോരായിരുന്നു. എന്തിനാണ് ഗിരീഷ് പുത്തഞ്ചേരി സ്വാമിയെ വിളിച്ചതിനകത്ത് പാട്ട് എഴുതാൻ പറഞ്ഞത്? എന്തായിരിക്കും? ഇപ്പോൾ കൈതപ്രാണാച്ചിക്ക് എഴുതാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കോമ്പസിഷൻ ആകുമ്പം ഈസി ആയിട്ട് എഴുതും. ഇപ്പം എന്തിനാണ് ഗിരീഷ് അണ്ണനെ വിളിച്ചോണ്ട് വന്നത്? ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തതെന്ന്? അതെ, നിശാന്തേട്ടൻ പറയാൻ പറഞ്ഞു. അല്ല, ഇത് എനിക്കും അറിഞ്ഞൂടാ, അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഒരു മിനിറ്റ്, അതൊന്ന് ക്ലിയർ ചെയ്യാം. അതെ, അതാണ് സൂപ്പർ സ്റ്റാറിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഞങ്ങൾ അപ്പൊ തന്നെ വിളിച്ചങ്ങ് ക്ലിയർ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുക, അത് സംസാരിക്കുക, ക്ലിയർ ചെയ്യാം. ഹലോ, നമസ്കാരം അണ്ണാച്ചി, സുഖമാണെന്ന് കരുതുന്നു. ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ് വിളിച്ചത്. നമ്മുടെ ഇനിയും പരിഭവമരുതേ എന്നുള്ള പാട്ട് അണ്ണാച്ചി ചെയ്തതല്ലേ? അപ്പം ഞാനിപ്പോൾ ഈ റിയാലിറ്റി ഷോയിലാണ്. അണ്ണാച്ചി എന്തുകൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിച്ചതെന്നുള്ളത് ഞങ്ങളുടെ മൊത്തത്തിലൊരു ഡൗട്ട്. അതിനെന്തെങ്കിലും കാരണം? അല്ല, ഞാനൊന്ന് സ്പീക്കർ ഫോണിൽ ഇട്ടോട്ടെ അണ്ണാച്ചി, പറയാൻ പറ്റുമെങ്കിൽ. അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ ഒരു മിനിറ്റ്. അല്ല, അയാള് ഇത് ഈസി ആയിട്ട് ചെയ്തൊരു പാട്ടാ. ഓക്കെ. പണ്ട് വൈകുന്നേരം റെക്കോർഡ് സന്ധ്യക്ക്. ഓക്കെ. അവിടെ സ്റ്റുഡിയോയിലാണ് ഞാൻ. ആരും ഇയാൾ വന്നില്ല, പാട്ടില്ല. ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ചെയ്താ വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ഇയാൾ വന്നു. എന്നോട് പറഞ്ഞു, തിരുമേനി എന്ന് നോക്കി തോന്നു. പല്ലവി കണ്ടപ്പോ എനിക്ക് ഇഷ്ടായി. അപ്പൊ തന്നെ ഞാൻ കമ്പോസ് ചെയ്തു. അപ്പൊ തന്നെ അപ്പൊ ഇത് എഴുതി കമ്പോസ് ചെയ്തതാണ്? എഴുതി ചെയ്തതാ. സൂപ്പർ. എഴുതി ചെയ്തതാ. അയ്യോ, സന്തോഷം. അതെ, അങ്ങനെയാണ്. ഇല്ല, ഞങ്ങളുടെ അണ്ണാച്ചിയും അസാധ്യമായിട്ട് എഴുതുന്ന ഒരു മനുഷ്യനല്ലേ? അപ്പൊ അദ്ദേഹം തന്നെ എഴുതിയാൽ പോരായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയെ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ള അതിന്റെ ആ ഒരു റീസൺ അറിയാനാ വിളിച്ചത്. അണ്ണാച്ചിയല്ലേ നമുക്ക് ഇവിടെ ഒരു മനുഷ്യനത് പറയാൻ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർക്കണമെന്ന് കമലിന്റെ ആഗ്രഹം. അതാണ് സൂപ്പർ. എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഗിരീഷോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അയ്യോ, സൂപ്പർ. അതുകൊണ്ട് ഒരു ഉഗ്രം പാട്ട് കിട്ടി അണ്ണാച്ചി. അപ്പൊ ആ ഒരു കുട്ടി ഇവിടെ സ്നേഹ എന്നുള്ള ഒരു കുട്ടി പാടി, മനോഹരമായിട്ട് പാടി. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ ഒരു ഡൗട്ട്, അത് അണ്ണാച്ചിയെ വിളിച്ച് ക്ലിയർ ചെയ്യാന്ന് വെച്ചു. അതിൽ ഏതോ ഒരു പാട്ടില് ഒരു ശബ്ദം പ്രേംനസീറിന്റെ കൊച്ചുമോളാണ്. ഓക്കെ. കാവേരി തീരത്തെ അതാണെന്നുണ്ട്. അപ്പൊ അതിലൊരു പാട്ടിൽ പ്രേം നസീർ സാറിന്റെ ചെറുമോളും പാടിയിട്ടുണ്ട്. അപ്പൊ അണ്ണാച്ചി പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. താങ്ക് യു സോ മച്ച്. ലവ് യു അണ്ണാച്ചി. ഇനി കലക്ക്. അപ്പൊ അങ്ങനെയാണ് അവരൊന്നിച്ചത്. അപ്പൊ അവരൊന്നിക്കാൻ കാരണം കമൽ സാറാണ്, ഡയറക്ടർ കമൽ സാറാണ്. അപ്പൊ കമൽ സാറിന് പ്രത്യേകം നമ്മുടെ സ്നേഹം. നന്നായി പാടി. ആ ഒരു എന്താ പറയണ്ടേ, ആ തൊണ്ടയുടെ ഒരു ബുദ്ധിമുട്ട് മാക്സിമം അറിയിക്കാത്ത വിധത്തിൽ തന്നെ പാടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആകെ തോന്നിയത് എവിടെയോ നമ്മുടെ ഈവൻ ബൃഹാസ് ആണെങ്കിൽ ആകാരം അതിനൊരു ഇച്ചിരി പിടുത്തമുള്ളതുപോലെ തോന്നി. അതൊന്ന് കുറച്ചും കൂടെ ലൂസാക്കുക. ഞാൻ പറഞ്ഞത്
സ്നേഹയ്ക്ക് മനസ്സിലായി കാണുമെന്നാണ്. കുറേ ശക്തി, അതിനൊരു ബലം വരുന്നു. ആ ബലമില്ലാതെ കുറച്ചും കൂടെ കൂളായാലും നന്നാവും തോന്നി. പിന്നെ ആ സ്വരത്തിൽ ആ രണ്ടാമത്തെ സ്വരം ഒന്ന് പാടാമോ? മാ മഗരി സരി ഗമ ഗരി ഗമദ അല്ല അടുത്തത് നാലാമത്. മദ മഗ ഗമ ദിരിഗ സഗരി സദ സദ ദസ ഗരി സദ സരി. എനിക്ക് ആ രീതിക സഗരിയിൽ ഒരു ഡൗട്ട് തോന്നി, എന്താണ് പാടിയെന്നുള്ളത്. ഓക്കെ, കൃത്യമാണോ ഇപ്പൊ പാടിയത്? ആണോ? ആര് പറഞ്ഞു? ഇപ്പൊ പാടിയത് കറക്റ്റ് ആണോ? ആര് പറഞ്ഞു? Who told you? ഞാൻ തന്നെ പറഞ്ഞു. ഒന്നുകൂടെ പാടിക്കേ. മദ മഗ ഗമ ദിരിഗ സഗരി സഗരി ദിരിഗ സഗരി. ഇപ്പൊ കറക്റ്റാ. മുമ്പേയും കറക്റ്റ് ആയിരുന്നു. നമ്മളെ നന്നായിട്ട് പാടിയതാ, നന്നായിട്ട് തന്നെ പാടി. നല്ല രസമുള്ള, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കൈതപ്രാണാച്ചിയുടെ ഗിരീഷ് അണ്ണനും കൂടെ ചേർന്ന് അവർ രണ്ട് കവികൾ ചേർന്ന് ഒരുക്കിയ ഗാനമാണിത്. പറയേണ്ട കാര്യമല്ല, അത് പാടിയേക്കുന്ന അറിയാമല്ലോ. നന്നായിട്ട് തന്നെ പാടി. വെരി നൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഗ്രൂപ്പ് റൗണ്ടിൽ അത്യുഗ്രനായി പെർഫോം ചെയ്ത നമ്മുടെ ഓർക്കസ്ട്രക്ക് ഒരു വലിയൊരു കയ്യടി. വണ്ടർഫുൾ വണ്ടർഫുൾ. രസമായിരുന്നു. ഈ റൗണ്ട് ആക്ച്വലി ഒരു ഇന്നോവേഷൻ ആണ്. ഇതിനി മറ്റ് ചാനലുകൾ ഉറപ്പായിട്ടും എടുത്ത് പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റം ആണ് ഈ ഗ്രൂവ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോ കഴിഞ്ഞ 2-3 എടുത്ത് നോക്കുകയാണെങ്കിൽ ചാലഞ്ച് ആക്ച്വലി ഓർക്കസ്ട്രക്കാണ്. പക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെന്റ് സ്റ്റൈലിലാണ് ഇവർ കേട്ടോണ്ടിരുന്ന പാട്ട് കേൾക്കുന്നത്. അത് തന്നെ ഒരു നോവൽറ്റിയാണ്. പിന്നെ സ്നേഹ ഭയങ്കര കോൺഫിഡൻസിൽ ഇത് പാടി കേട്ടോ. സ്നേഹ ആ ഒരു ഒച്ചയടപ്പൊക്കെ അങ്ങ് കംപ്ലീറ്റ്ലി അങ്ങ് മാസ്ക് ചെയ്തിട്ടാണ് സ്നേഹ പാടിയത്. അങ്ങനെ ഒരു സ്ട്രെയിനോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഫീലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. ആ ശബ്ദം തുടക്കം തൊട്ട് അവസാനം വരെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല സോങ് സെലക്ഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ കമൽ സാറിന്റെ ഒരു ഡിസിഷൻ ഉണ്ടാക്കിയ ഒരു മാറ്റം അല്ലേ. ഇതാണ് ഈ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഒരു ചില സമയത്ത് അവർ പ്രയോഗിക്കുന്ന ഒരു ബ്രില്യൻസ് ഉണ്ട്. അതിൽ നിന്നാണ് ഇതുപോലത്തെ ഈ മാസ്റ്റർ പീസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും മോള് നന്നായിട്ട് തന്നെ പാടി. ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വോയിസ് ഇങ്ങനെ മണി പോലെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് മാസ്ക് ചെയ്തു. ആ പ്രശ്നങ്ങളൊക്കെ സ്മാർട്ടായിട്ട് മാസ്ക് ചെയ്തു. അങ്ങനെ വീണ്ടും സ്നേഹയ്ക്കും നമ്മുടെ ഓർക്കസ്ട്രക്കും ഒരു വലിയ കൈ. ഷാനിക്ക പറഞ്ഞ പോലെ എല്ലാ എക്സ്പെരിമെന്റൽ റൗണ്ട്സും പോയിട്ടുള്ളത് ഈ സൂപ്പർ സ്റ്റാറിൽ നിന്നാണ്. നമ്മൾ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള റൗണ്ട്സാ കൊണ്ടുവന്നിട്ടുള്ളത്. അതെ. ഇപ്പം മെട്രോണോം റൗണ്ട് ക്ലിക്ക് മാത്രമുള്ളത്, ശ്രുതിയില്ലാത്തത്. അല്ല, അത് ഞാൻ പറഞ്ഞ അത് ഇന്നോവേഷൻ ആണ്. അത് ഡെഫിനറ്റ്ലി. കാരണം വെറുതെ ഇപ്പൊ ഈവൻ നമ്മുടെ ഇപ്പൊ ഈ ഫാമിലി റൗണ്ടിൽ വരുന്ന സബ്ജക്ട്സ് പോലും റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ. എന്റർടൈനിങ് ആണ്. ദാറ്റ് ഇസ് ദ ഹൈയസ്റ്റ് പോയിന്റ്. ചേച്ചി ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു ആസ് യൂഷ്വൽ. മനോഹരമായിട്ട് പാടി മോളെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓർക്കസ്ട്രയ്ക്കായിരുന്നു കൂടുതലും ഒരു ടാസ്ക്, ഈ ഒരു ഗ്രൂവിൽ അത് എത്തിക്കുക എന്നുള്ളത്. മോൾക്ക് ബേസിക്കലി അത്ര ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഗ്രൂവ് ആയിരുന്നില്ല അത്. എന്നാലും നന്നായി തന്നെ പാടി. ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാക്സി ചോദിച്ചാലോ? ഈ സ്നേഹ ഇവിടെ വന്ന് ഇങ്ങനെ പൂച്ചയെ പോലെ നിക്ക. ഈ സ്നേഹയ്ക്ക് ഞാനിപ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നേ. സ്നേഹ നന്നായിട്ട് പിയാനോ വായിക്കും, ഉക്കുലേലെ വായിക്കും. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന നമ്മുടെ റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ നിക്കുന്നത്. റഹ്മാൻ എന്ത് പറഞ്ഞു എന്നിട്ട്? ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ലോ. അതെ, ഒന്ന് പറയൂ, എന്താണ് അവിടെ വർക്ക് ചെയ്തത്? ഇപ്പോഴൊന്നും ഇണ്ടാണ്ട് ഇങ്ങനെ നിക്ക. ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് AR റഹ്മാൻ സാറിന്റെ കൺസർവേറ്ററിയില് കോളേജില്. അപ്പോ ആ സമയത്ത് ചെന്നൈയിലെ KM മ്യൂസിക് കൺസർവേറ്ററി. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ നടത്താൻ ഒരു ഇവന്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് 5 പേര് സെലക്ട് ആയി ഇന്റർവ്യൂ ചെയ്യാൻ. അപ്പോൾ അതിൽ ഇന്ത്യൻ ക്ലാസിക്കലിൽ നിന്ന് ഞാൻ സെലക്ട് ആയി. എന്നിട്ട് സംസാരിക്കാൻ പറ്റി സാറിനോട്.
അങ്ങനെ ഒരു മാസ്റ്റർ ക്ലാസ് പോലെ അത്രേ ഉള്ളായിരുന്നു. വെരി ഗുഡ്. വലിയ കാര്യമല്ല, പിന്നെ അതെ വലിയ കാര്യമാണ്. പിന്നെ വേറെ തേർഡ് ഇയറിൽ നാസ ആയിരുന്നു, എനിക്ക് സംശയമുണ്ട്. അപ്പൊ സയന്റിഫിക് എന്തോ പ്ലാനറ്റ്സിന്റെ സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു AR റഹ്മാൻ സാറിന്. കുറെ സ്റ്റുഡൻസിനെ വിളിച്ചു. അപ്പോൾ എനിക്കും ഒരു പ്ലാനറ്റിന് കിട്ടി. ഏതായിരുന്നു ഏതാ planet? ജൂപ്പിറ്റർ എന്തോ. ജൂപ്പിറ്റർ, ബിഗസ്റ്റ് പ്ലാനറ്റ്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തു. പിന്നെ വേറെ കിളികളുടെ സൗണ്ട്, വിൻഡിന്റെ സൗണ്ട്, റെയിനിന്റെ സൗണ്ട്, അതൊക്കെ ഹ്യൂമൻ വോയിസസിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെയൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുയില് തുടങ്ങിയിട്ട് എക്കോ പോലെ കുറെ വോയിസസ് വരണം. അപ്പോൾ തുടങ്ങാൻ AR റഹ്മാൻ സാർ എന്നോട് പറഞ്ഞു. റഹ്മാൻ തെരഞ്ഞെടുത്ത കുയിലാണ് ഇപ്പൊ ഈ നിൽക്കുന്നത്. വണ്ടർഫുൾ. കുയിൽനാഥം പോലത്തെ. സൂപ്പർ, അടിപൊളി. ഇതൊന്നും നമ്മളോട് ആരും പറയുന്നില്ല. സ്നേഹയുടെ ആ ഒരു പിയാനോ ലിങ്കിലെ പെർഫോമൻസ് നമുക്കൊന്നും ഇവിടെ കൊണ്ടുവരാറായി സൂപ്പർ സ്റ്റാർ സീനിയർ. പക്ഷേ ഇനി അടുത്തൊരു പെർഫോമൻസിൽ ഞങ്ങൾക്ക് അത് കാണണം. അത് യശ് പഠിച്ചില്ലെങ്കിൽ അത് രണ്ടും ഞങ്ങൾ സ്നേഹയ്ക്ക് കൊടുക്കും. അതെ, ഓക്കെ. മാർക്സ്. ശരത് സാർ. സ്നേഹ, സർ, ഈ പാടിയതിന് ന്യായമായിട്ട് എത്ര മാർക്ക് വേണം? സത്യസന്ധമായി പറഞ്ഞു. 9.3. വണ്ടർഫുൾ. 9.3 മാർക്ക്. അവൾ കൃത്യമായിട്ട് പറഞ്ഞു. ചേച്ചി സ്നേഹ പറഞ്ഞാ പിന്നെ അതിനപ്പുറമില്ല. 9.3. താങ്ക് യു. ചേച്ചി. ഷാനിക്ക. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 18.6. സൂപ്പർ. ഗുഡ് മാർക്സ്. ഓക്കേടാ. ചേർത്തേട്ടാ, നമ്മുടെ ഇപ്പം പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഹിഡൻ ടാലന്റ് അല്ലേ? അല്ല, നമ്മൾ ചിലപ്പോ അത് പുറത്ത് കാണിക്കാതെ ചെയ്യുന്ന അങ്ങനെ ഒരു വെച്ചേക്കുന്ന ഒരു hidden പലർക്കും ഉണ്ടാവും. നിങ്ങൾക്ക് പാറുവിനെ പറ്റി എന്തറിയാം? നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, അത് എക്സ്പോസ്ഡ് ടാലന്റ് ആണ്. അതായത് മൈക്കെടുത്ത് പൊക്കി പറ. അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടല്ലോ. പാട്ട് പാടുന്നതോ? അയ്യോ, അതങ്ങനെ പറയരുത്. പാറു ഇവിടെ നോക്കൂ. ഇങ്ങനെ ഫോട്ടോ എടുത്താലോ? ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്. അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയോ പാറു ഒരു ഉഗ്രൻ ഫോട്ടോഗ്രാഫർ ആണെന്നുള്ള കാര്യം? എപ്പോഴാണെങ്കിലും ഇപ്പൊ പണ്ടെന്ന് എനിക്കിപ്പോ എത്ര വയസ്സുണ്ട്? 70 വയസ്സുണ്ടോ? നീ ഇപ്പോഴും ചക്കരയല്ലേ? ഞാനോ? നമ്മളിപ്പോ ഇവിടെ സംസാരിച്ചല്ല. ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ ഫാമിലി റൗണ്ടിൽ അങ്ങാണ്ട് വന്നതായിരിക്കും. ശ്രേയുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഡോള് മേടിച്ചോ? അയ്യോ, അതെന്താ പാറു? പണി വരുന്നുണ്ട് കേട്ടാ. ഇത് കൊറേ ഉണ്ട്. വായിക്കങ്ങോട്ട്. ഏറെ കാലത്തിനു ശേഷം സൂപ്പർ സ്റ്റാർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്ന സമയം. ഏവരും ചോദിച്ചത് അവതാരകർ ആരൊക്കെ എന്നാണ്. പല മുഖങ്ങളും ആളുകളും ഞങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയി. ഒടുവിൽ ഞങ്ങൾ എത്തി നിന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അവതാരകയായി തിളങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയിലാണ്, പാർവതി ബാബു. അതായത് ഞാൻ. വലിയ പ്രതീക്ഷകളുടെ ഭാരം ചുമലിലേറ്റി തെല്ല് ആശങ്കയോടെ സൂപ്പർ സ്റ്റാർ എന്ന ഐക്കോണിക് പരിപാടിയുടെ അവതാരകയായി നീ തുടങ്ങി. പിന്നീട് ഞങ്ങൾ കണ്ടത് അവതാരക എന്ന നിലയിൽ പാർവതി ബാബുവിന്റെ വിസ്മയിപ്പിക്കുന്ന അവതരണ മികവാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിക്കരയുന്ന കിളിക്കാമ്പെട്ടിയായി കുട്ടി കുട്ടി പിണക്കങ്ങളും ചെറിയ കുശുമ്പും ആനമണ്ടത്തരങ്ങളും ആരോടും പെട്ടെന്ന് കൂട്ടാകുന്ന സ്വഭാവവും നിഷ്കളങ്കമായ ചിരിയുമായി കുസൃതിക്കാരിയായ നീ ഞങ്ങളോടൊപ്പം അലിഞ്ഞു ചേർന്നു. കുറച്ച് എപ്പിസോഡുകൾ കഴിയുമ്പോഴേക്കും പാർവതി ബാബു ഞങ്ങളുടെ സ്വന്തം പാറുവായി മാറി. ജീവിതയാത്രയിൽ ചില ആളുകൾ അവരുടെ കഴിവുകൊണ്ടും വിനയത്താലും സ്നേഹത്താലും ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രത്യേകമായൊരു സ്ഥാനം നേടുന്നുണ്ട്. നിന്റെ ആത്മാർത്ഥതയിലും ലാളിത്യവും നിന്നെ കൂടുതൽ മനോഹരിയാക്കുന്നു.
ഇന്ന് നീ സൂപ്പർ സ്റ്റാറിന്റെ അവതാരകയ്ക്കപ്പുറം നീ ഞങ്ങളുടെ കുടുംബത്തിലെ സ്വന്തം അംഗമായി മാറി. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാറുവിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അയ്യോ, ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഇവരൊക്കെ ആരാണ്? നമ്മള് ഫോട്ടോഗ്രാഫിയെ പറ്റി സംസാരിച്ചല്ലോ. അതെ, ഞാൻ അമൃത കോളേജിലാണ് പഠിച്ച വിഷ്വൽ മീഡിയ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കുറെ കോഴ്സുകൾ പഠിക്കും അതിനകത്ത്. അപ്പൊ അതില് ഞാൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തതും ഞാൻ അസിസ്റ്റ് ചെയ്തതും എന്റെ ഈ ആശാന്റെ അടുത്താണ്. അലൻ ചേട്ടന്റെ ചേച്ചിയാണ് അമ്മാന്റെ ചേച്ചി. പിന്നെ ഇത് റിയ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങളെല്ലാം ഒരു ഫാമിലി പോലെയാണ്. നിങ്ങൾക്ക് എന്താണ് പാറുവിനെ പറ്റി പറയാനുള്ളത്? നല്ല കുട്ടിയാ പാറു. അതിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കൊറേ നാളായിട്ടുള്ള പരിചയമാണ്. ഇപ്പൊ നമ്മള് +1 +2 തൊട്ട് നമുക്ക് അറിയാം. ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഒന്നിച്ചായിരുന്നു. അപ്പൊ തൊട്ടുള്ള പരിചയ +1 തൊട്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പൊ ഇവളുടെ ബർത്ത്ഡേക്ക് നമ്മളുണ്ടാവും, നമ്മുടെ ബർത്ത്ഡേക്ക് ഇവളുണ്ടാവും. അങ്ങനെ ഫുൾ അതാണ് സ്ഥിരം കാണാറുണ്ടെന്ന് പറഞ്ഞത്. അവള് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കാതാ. ആശാൻ എന്താ പറയാനുള്ളത്? ആശാൻ എനിക്ക് 2019 തൊട്ട് അറിയാം. എന്റെ അടുത്ത് മറ്റേ അസിസ്റ്റന്റ് ആയി വന്നതാണ്, ലൈറ്റ് ഒക്കെ പിടിച്ച്. പക്ഷെ വലിയ ആളായി. എന്നെ വെഡിങ് ഒക്കെ എടുക്കാൻ കസേരയുടെ മേളിൽ കയറ്റിയിട്ടുണ്ട്. നല്ലായിരുന്നു, അടിപൊളിയാ, നല്ല സ്നേഹമുള്ള വെച്ച. എനിക്ക് ആക്ച്വലി പാറുവിനെ അലന്റെ അടുത്ത് വർക്കിന് വന്ന് അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പിന്നെ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ കേൾക്കാം അലൻ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച്. അങ്ങനെയാണ് പാറുവിനെ ഫസ്റ്റ് ടൈം കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വീക്കും തന്നെ കാണും, എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്, ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ, അങ്ങനെയൊക്കെ. ഈ സ്റ്റേജിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി കുറുമ്പും എല്ലാം ഉണ്ട് അവൾക്ക് പുറത്ത്. അതാണ് അവളുടെ ഹിഡൻ ടാലന്റ്. അല്ല, എന്നെ നമ്മുടെ ലൈഫിലൊക്കെ നമ്മളെപ്പോഴും പറയും, നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഇവരെ എനിക്ക് അങ്ങനെ പറയാം. പ്രത്യേകിച്ച് അലൻ ചേട്ടൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ ഈവൻ ഞാൻ എന്റെ സ്റ്റുഡിയോ പോലും ഇട്ടേക്കുന്നത് അലൻ ചേട്ടന്റെ സ്റ്റുഡിയോയിൽ ഒരു സ്പേസിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണേ. അപ്പൊ എനിക്കിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ നീ ഒന്നും നോക്കണ്ട, ഇങ്ങ് വന്നോ, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ എല്ലാത്തിനും എന്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്ന ആളുകളാണ് ഇവര്. കൊള്ളാം, നൈസ്. എല്ലാരും ചേർന്ന് കണ്ടതിൽ കുറെ സന്തോഷം. പാറു നല്ല റിലേഷൻഷിപ്പുകൾ വെച്ച് പുലർത്തുകടാ. ഞാൻ അതേ പറയത്തുള്ളൂ എപ്പോഴും. അതാണ് നമുക്ക് കാലത്ത്. അതെ, വാ നമുക്ക് കേക്ക് മുറിക്കാം. നമുക്ക് ജോക്ക് ബോക്സ് റൗണ്ടിലേക്ക് പോവാം. പാട്ട് സെലക്ട് ചെയ്യാം. ഓക്കേ, സോ ലെറ്റ്സ് വെൽക്കം അശ്വിൻ. ശരിക്കും ജഗദീഷ് ചേട്ടൻ വരുന്നു. ഡോണ്ട് ദേ ലൈക്ക് കോസ്റ്റ്യൂമും എല്ലാം. എന്താ പെണ്ണുങ്ങൾക്ക് ഇത്ര കളർഫുൾ ഡ്രസ് വെറുതെ ഒരു വെറൈറ്റി പിടിച്ചോ? ആണോ? നന്നായിട്ടാ, നന്നായിട്ടുണ്ട്. നമുക്ക് ഭാഗ്യം കൊണ്ടൊന്ന് പരീക്ഷിക്കണം. ഭാഗ്യം കൊണ്ടൊന്ന് പരീക്ഷിക്കണം. ടെൻഷൻ ഉണ്ടോ? ഇല്ല, അത്ര ടെൻഷൻ ഇല്ല. അല്ല പാറു, ഞാൻ ഈ തന്ന പാട്ടുകളെല്ലാം പഠിച്ചതാണോ
അത് അവിടെ നിന്ന് ഉഴപ്പ് നിന്ന് നീ വിചാരിക്കുന്ന പാട്ട് തരുമെന്ന് വിചാരിച്ചാണോ നീ? അത് ഈ തന്ന പാട്ടുകളെല്ലാം പഠിച്ചോ? പഠിച്ചു സാർ. ആണാ? എല്ലാം ലിറിക് അടക്കം. ടെൻഷൻ ആക്കല്ലേ. അല്ല എന്നാ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. ഓക്കെ, അശ്വിൻ ഏത് നമ്പർ ആയിരിക്കും ചൂസ് ചെയ്യാം? അതാണ് 1 2 3. എനിക്ക് തോന്നി, കാര്യം അവനെ കണ്ടാലും അതുപോലെ ഇരിക്കുന്നു. 1 എഴുതി. ഓക്കെ, അപ്പൊ 1 ആണ് അശ്വിൻ ചൂസ് ചെയ്തിട്ടുള്ളത്. 1-ൽ ഏത് പാട്ടാണെന്ന് നോക്കാം. റെഡി? റെഡി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹൃദയം ഒരു വീണയാ, അതിൽ നിൻ മൊഴിയാ. ഹൃദയം ഒരു വീണയാ, അതിൽ നിൻ മൊഴിയാ. എൻ നെഞ്ചിൻ താളം നിന്നിൽ കേൾക്കുമ്പോൾ, എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ, സുഹൃതവീതിയിൽ അലയും വേളയിൽ ഹൃദയം ഒരു വീണയായി, അതിൽ നിൻ മൊഴിയാ. സാരള്യം കൊണ്ടെൻ്റെ ഉള്ളം പൊങ്ങി, നിന്നിൽ നിന്നും രാഗം ചൂടി മൗനം പാടുമ്പോൾ. സാരള്യം കൊണ്ടെൻ്റെ ഉള്ളം പൊങ്ങി, നിന്നിൽ നിന്നും രാഗം ചൂടി മൗനം പാടുമ്പോൾ. മുന്നിൽ പൂക്കുന്നേതോ ജന്മം, മുന്നിൽ പൂക്കുന്നേതോ ജന്മം. വർണ്ണം പെയ്യുന്നോരോ കാലം, വർണ്ണം പെയ്യുന്നോരോ കാലം. അവയുടെ കയ്യിലെ പരിമളമണിയും നാം തമ്മിൽ തമ്മിൽ. ഹൃദയം ഒരു വീണയാ, അതിൽ നിൻ മൊഴിയാ. ബിംബങ്ങൾ മിന്നും നിൻ കണ്ണിൽ നിന്നും നിന്നൻ ചേതോ ദീപം പൊന്നിൻ നാളം ചാർത്തുമ്പോൾ. ബിംബങ്ങൾ മിന്നും നിൻ കണ്ണിൽ നിന്നും നിന്നൻ ചേതോ ദീപം പൊന്നിൻ നാളം ചാർത്തുമ്പോൾ. മുന്നിൽ പൂക്കുന്നേതോ സ്വപ്നം, മുന്നിൽ പൂക്കുന്നേതോ സ്വപ്നം. കാലം പേറുന്നോരോ മോഹം, കാലം പേറുന്നോരോ മോഹം. അവയുടെ കയ്യിൽ നിറകതിരണിയും നാം തമ്മിൽ തമ്മിൽ. ഹൃദയം ഒരു വീണയായി, അതിൽ നിൻ മൊഴിയാ.
എൻ നെഞ്ചിൻ താളം നിന്നിൽ കേൾക്കുമ്പോൾ എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ സുഹൃത വീതിയിൽ അലയും വേളയിൽ ഹൃദയം ഒരു വീണയായി അതിൽ നിൻ മൊഴിയാ വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അശ്വിൻ. ചേച്ചി Yes. Yes. എടാ അവൻ ഒടിഞ്ഞു പോകുന്ന ഒന്നുപോലെ ഇരിക്കുക അവൻ. അത് ഞങ്ങളുടെ ഒരു സന്തോഷം. അതെ അയ്യോ, ജഡ്ജസിന്റെ സ്റ്റാൻഡിംഗ് ഓവേഷൻ കിട്ടിയ ഒരു പെർഫോമൻസ്. അതെ എന്താ തോന്നുന്നേ? ഭയങ്കര സന്തോഷം. എടാ നിന്നെ എന്താലേ ആ സെലക്ട് ചെയ്ത നമ്പർ അല്ല. പാട്ട് ഐശ്വര്യം. നന്നായി പാടാൻ പറ്റി. ജഡ്ജസ് എല്ലാരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. എന്തൊക്കെ ഇവിടെ സംഭവിച്ചത്? എന്തൊക്കെയോ സംഭവിച്ചു, ഒന്നും അതൊക്കെ മനസ്സിലായി. മൊത്തത്തിൽ പുക പോയിരിക്കുക. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഓക്കെ ചേച്ചി. അശ്വിനെ കലക്കി, സൂപ്പറായിരുന്നു. ഒന്നാമത് അശ്വിന് നല്ല സ്റ്റൈലായിട്ടുണ്ട് കാണാൻ. അതെ, താങ്ക് യു മാം. ഒരു പെർഫോമൻസിന് തന്നെ വന്ന പോലെ ഉഗ്രൻ, നല്ല കോമ്പിനേഷൻ. അതൊന്ന് നല്ലോണം ചേരുന്നുണ്ട്, താങ്ക് യു മാം. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഓർക്കസ്ട്രയും ആ സ്ട്രിങ്സ് ഒക്കെ അതിമനോഹരായിരുന്നു. മൊത്തത്തില് എല്ലാം കൊണ്ടും കളറായി, സൂപ്പർ ആയിരുന്നു. എന്തായാലും അസല് പെർഫോമൻസ്. എനിക്ക് മോനെ പാടിയതിനകത്തുള്ള ഫീലും ആ ഇതിന്റെ മ്യൂസിക്കിനോട് ചേർന്ന് പോയി, ബ്ലെൻഡ് ചെയ്ത് പോയി വോയിസ്. ഒന്നും പറയാനില്ല, ഉഗ്രൻ, താങ്ക് യു. ഫാന്റാസ്റ്റിക്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ ചക്കരെ സാർ മനോഹരമായിട്ട് പാടിയിടാ. താങ്ക് യു സാർ. അത് പറയാതിരിക്കുമ്പോ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ബൃഹാസൊക്കെ നല്ല സുഖമായിരുന്നു കേൾക്കാൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ആസ്വദിക്കുന്നത് നീ ശ്രദ്ധിച്ചോ? കണ്ടു സാർ. എങ്ങനെ കണ്ടു. അപ്പൊ നീ ഞങ്ങളെ നോക്കി ഇരുന്നേതോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമല്ലേ. മനോഹരമായിട്ട് പാടി, ഉഗ്രമായിട്ട് പാടി, അതൊന്നും പറയാനില്ല. എനിക്ക് ആ ഈ ചരണത്തില് ബിംബങ്ങൾ, അത് രണ്ടാമത്തെ പാടിയും ബിംബം കുറച്ച് ചളുങ്ങിപ്പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷെ അതങ്ങും ഒരു നമ്മൾ ആദ്യം നന്നായിട്ട് പാടിയല്ലോ, രണ്ടാമത് പാടിയും പറ്റിയപ്പോലെ അതൊരു മിസ്റ്റേക്ക് അല്ലടാ. പക്ഷെ എന്തൊക്കെയാലും ഒരു അനുഭവമായിരുന്നടാ. നീ പാടി, നീ കൂളായിട്ട് നിന്ന് പാടി. നീ ഇത്രയും ഇത് നന്നാക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഉള്ളത് പറയാലോ. പക്ഷെ അസാധ്യമായിട്ട് പാടിയടാ, എനിക്ക് കുറെ ഇഷ്ടമായി മോനെ. താങ്ക് യു സർ. ഷാനിക്ക. അശ്വിനെ സാർ കാലക്കട താങ്ക് യു സാർ. കുറെ നാളായി ആക്ച്വലി നമ്മൾ 3 പേരും കൂടി എഴുന്നേറ്റ് നിന്നൊന്ന് കൈയടിച്ചിട്ട് അതിന് അവസരം ഒരുക്കി തന്ന അശ്വിന് വലിയൊരു നന്ദി നമ്മുടെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തുന്നു. വേറെ എന്തെങ്കിലും തെറ്റുകൾ ഈ പാട്ടിൽ സംഭവിച്ചിട്ടുണ്ടോ ലിറിക്കലി? നിങ്ങളൊക്കെ എണീറ്റൊന്ന് കൈയടിച്ചു, ഇനിയിപ്പോ എന്ത് തെറ്റുണ്ടാവാനോ? ആണോ ചോദിക്കണതൊക്കെ? എനിക്കൊന്നും ഓർമ്മയില്ല. തോന്നുന്നു സാർ. ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്, തെറ്റിച്ചിട്ടുണ്ട്. വരികൾ യെസ്. യു. അതായത് വേറൊന്നുമല്ല, അനുപല്ലവിന്റെ എൻഡിലെ ലൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ചരണത്തിന്റെ എൻഡിലും കൊണ്ടുപോയി പൂശിയത്. അത് മാത്രമേ ഉള്ളൂ. അതായത് അവളുടെ കയ്യിലെ പരിമളം, അവളുടെ കയ്യിലെ പരിമളം അല്ലേ? നീ മറ്റത് നിറകതിർ തന്നെയാണ് പാടിയത്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മാറിപ്പോയില്ലേ? സോറി. ഉഗ്രനായിരുന്നടാ. താങ്ക് യു. അത് മാത്രം, ആ 1 വേർഡ് മാത്രം ഒന്ന് മാറി, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഉഗ്രനായിട്ട് തന്നെ പാടി. യു ഓൾ ഇംപ്രസ്ഡ്, യു ഓൾ വെരി ഹാപ്പി ഈ ഒരു പെർഫോമൻസ് കാണാൻ പറ്റിയില്ല താങ്ക് യു. കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. യാ. മാർക്സ് ചോദിക്കാം. ഓക്കെ. ചേച്ചി. മാർക്കിടാം. മാമിന് ഇഷ്ടമുള്ള മാർക്ക് മതിയോ? പാടിയാനുള്ള പാടിയതിനുള്ള ഇഷ്ടമുള്ള ഒരു മാർക്ക് അല്ലേ? നല്ലൊരു മാർക്ക്. 9.5 മേലെ വേണോ 9.5 താഴെ വേണോ? മേളിൽ കിട്ടിയാൽ കൊള്ളായിരുന്നു. 9.5 മുകളിൽ എന്ന് പറയുമ്പോൾ ഒരു 9.9. ശരത് സർ. എനിക്കൊരു ഇച്ചിരി വ്യത്യാസമുണ്ട്. ഞാൻ ആ 9.9 താഴെയാണ്, 9.8. താങ്ക് യു സർ. ഷാനിക്ക. അശ്വിൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 19.7. ഓ ഹൈയസ്റ്റ്. ഇനി 2 റൗണ്ടില്ലേ? സൂപ്പർ ആക്കണം കേട്ടോ.
Okay, judges. Yes, Paru. Unplugged roundലേക്ക് പോവാം. cozy round. ഒരു കിടിലൻ പാട്ടായിട്ടാണ് വരാൻ പോകുന്നത്. Okay, നമ്മുടെ തേക്കുട്ടൻ. Okay, so let's welcome Tejas. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമീ മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ വിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേരത്തെന്നലലിവോടി വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി ഇടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. മലർമഞ്ഞു വീണവന വീതിയിൽ ഇടയന്റെ പാട്ടു കാതോർക്കവേ ഒരു പാട്ടിനാവിലൊരുകുന്നൊരൻ മനസ്സിൻ്റെ പാട്ടു കേട്ടുവോ മനസ്സിൻ്റെ പാട്ടു കേട്ടുവോ. നിഴൽ വീഴുമെൻ്റെ നാഴിയിൽ കനിവോടി പൂത്ത മണിദീപമേ ഒരു കുഞ്ഞു കാറ്റിലണയാതി നിൻ തിരിനാളമെന്നും കാ
കാത്തിടാ തിരുനാളമെന്നും കാത്തിടാ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. വാ 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 സൂപ്പർ സൂപ്പർ വണ്ടർഫുൾ വണ്ടർഫുൾ. ആഹാ ആഹാ. തേജസ് എന്റെ മോനെ ഫീലിഷ് പിന്നെ ഫീലിഷ് വൺ ഫീൽ. എടാ എന്ത് രസമായിരുന്നു അറിയോ കേൾക്കാൻ. നിനക്ക് ഇരുന്ന് പാടുന്ന കുറച്ച് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നല്ലേ? അതെ അതെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാ ഞാനൊരു സത്യം പറയാം. കുറെ നാളുകളായിട്ട് ഇവിടെ പറയാത്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഒരു അധ്യാപകൻ, ഒരു സംഗീത മാഷ്. അപ്പൊ മാഷ് എനിക്ക് പരിചയമുള്ളൊരു മാഷാണ്. അപ്പൊ മാഷിന്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, മാഷ് അവൻ നന്നായിട്ട് പാടുന്ന ഒരു ദിവസം മാഷിന്റെ പേര് ഞാൻ പറയുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ സാറിന്റെ ബ്രദറായ രഘുമാഷിന്റെ ശിഷ്യനാണ് ഈ പറഞ്ഞ തേജസ്. രഘുമാഷിന്റെ അടുത്താണ് ഞാനും കുറേ വർഷം ലളിത സംഗീതം പഠിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കാര്യം തേജസ് അവിടെ പഠിക്കുന്നത് ഞാൻ അറിഞ്ഞത് ഒരുപാട് വൈകിയാണ്. അപ്പോൾ ആ അറിഞ്ഞ സമയത്ത് ഈ തേജസ് ഇങ്ങനെ നമ്മുടെ സാഹിബയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ ഞാൻ ഒരു നല്ലൊരു വേദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തേജസ് അന്ന് അത് പൊളിച്ചടുക്കി പാടണം. ഞാൻ മാഷിന്റെ പേരന്ന് ഞാൻ പറയും. കാരണം അന്ന് മാഷ് ഒരുപാട് സന്തോഷിക്കും. കാരണം മാഷ് എപ്പോഴും പറയും ഉഴപ്പാണ്. വീട്ടിലും പറയും, തേജസ് അച്ഛനും അമ്മയും പറയും ഉഴപ്പാണ്, ഭയങ്കര ഉഴപ്പാണ് എന്ന്. പക്ഷെ ഇന്ന് തേജസ് കലക്കി. രഘുമാഷൊക്കെ ഒരു വലിയൊരു കയ്യടി. മാഷയുടെ സ്റ്റുഡന്റ് സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ഗുഡ്, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതെ, ചോദിക്കാം ഷാനിക്ക. ഒന്നാമത് ഈ പാട്ട് എന്ന് പറയുന്നത് അൺപ്ലഗ്ഡ് ലോകത്തെ രാജാവാണ്. ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, കവേഴ്സും കേട്ടിട്ടുണ്ട്, അൺപ്ലഗ് സെഷൻസ് കേട്ടിട്ടുണ്ട് ഈ ഒരു പാട്ടിൻ്റെ. അത് സാധാരണ രീതിയിൽ അനുപല്ലവിയിൽ നിന്ന് തുടങ്ങി നേരെ പല്ലവിയിൽ കയറി ചരണം പാടിയിട്ട് പിന്നെ പല്ലവി ഇത് എൻ്റെ. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുൾ സോങ് തേജസ് കവർ ചെയ്തു എന്നുള്ളതാണ്. അത് ഹാറ്റ്സ് ഓഫ്. അത് അങ്ങനെ തന്നെ തുടങ്ങണം ഈ പാട്ട്. അതാണ് അതിൻ്റെ ഒരു രസം. തേജസ് നീ അടിപൊളിയായിട്ട് പാടിയടാ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എൻ്റെ പൊന്നുമോനെ ഇംപ്രവൈസേഷൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാം ആ പാട്ടിന്റെ ആ ഒരു ബ്രാക്കറ്റ് ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. പാട്ടിനെ ഹൈലി കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇച്ച് ആൻഡ് എവറി ഇംപ്രവൈസേഷൻ വന്നത്. കലക്കി കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എന്റെ രജിത് ഭായ്, നിങ്ങളും പിന്നെ ഇതാ ഈ രണ്ട് ഭാഗത്തും അങ്ങേ അറ്റത്തിരിക്കുന്ന രണ്ടുപേരും ഫുൾ ഓർക്കസ്ട്ര കലക്കി, ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ വായിച്ച ചില പോക്കുകളുണ്ട്. ഓ എന്റെ അമ്മോ, ജാസി പരിപാടിയായിരുന്നു, വൻ മൂടായിരുന്നു. കലക്കി. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത് തേജസ്. കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ തവണയാണ് ജഡ്ജസ് എഴുന്നേക്കുന്നത്. അപ്പൊ എന്തായാലും തേജസ് ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി തേജസ് കലക്കിടാ. വോയിസിന്റെ ത്രോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു അൺപ്ലഗ്ഡ് സെഷനിൽ. കാരണം ആദ്യത്തെ ഹമ്മിങ് എടുത്തില്ലേ, അവിടെയൊക്കെ ബാക്കിംഗ് ഒന്നുമില്ല. അപ്പം വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് പാടേണ്ടതാണ്. അത് അസലായിരുന്നു, സൂപ്പർ കോൺഫിഡന്റ് ആയിട്ട് പാടി. ഇഷ്ടപ്പെട്ടു എനിക്ക്. വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ, ഉഗ്രം പാട്ടടാ. ആ സെലക്ഷന് നിനക്ക് 2560 മാർക്ക് കൊണ്ടുപോക്കോ, അത് മതി. പാട്ട് അതിന് വേണ്ടത് കൃത്യമായിട്ട് എടുത്ത്, അത് നിന്റെ ശബ്ദം നല്ല സുഖമായിരുന്നു കേൾക്കാൻ. ഒരു പാട്ട് പാടിയപ്പോഴേ അത് വളരെ മനോഹരം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ നിനക്ക് സാഹിബായുടെ കാര്യം ഓർമ്മയില്ലേ, ഞങ്ങളുടെ ഇവിടെ ചാടി അങ്ങോട്ട് വന്നത്. അല്ല, അതിനുശേഷം പിന്നെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇപ്പം പൂർവാധികം ശക്തിയോടെ തേജസ്സിന് ഇപ്പോഴാണ് ഒരു തേജസ് വന്നിട്ടുള്ളത് കേട്ടോ. അസാധ്യമായിട്ട് പാടിയടാ. നിനക്ക് വേണ്ടി ഞാനിത് നമ്മുടെ വിദ്യാസാഗർ അണ്ണാച്ചിയെ കേൾപ്പിക്കുന്നതായിരിക്കും. ഞാനിപ്പം തന്നെ അണ്ണനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. ഈ പാട്ട് ഞാൻ കേൾപ്പിച്ചിരിക്കും. ഞാൻ ഉറപ്പ് നിനക്ക് അതിന് വാക്ക് തരും കേട്ടോ. കുറെ സന്തോഷം ചക്കരെ. അസാധ്യ പാട്ട് മോന് ഉഗ്രായിട്ട് പാടും, ഉഗ്രായിട്ട്. വാ
മാർക്സ് ചോദിക്കാം. ശരത് സർ അടിച്ചു പോരെ ഗോൾഡൻ മൈക്ക്. അടിച്ചു പോരെന്ന് പറയുമ്പോ അവനൊരു വിഷമം. എന്താണ് ഗോൾഡൻ മൈക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ തേജസ് സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ സെമി ഫൈനൽ. സൂപ്പർ. ഓടിച്ചല്ലേ പോയി ഗോൾഡൻ മൈക്ക് മേടിച്ചോ. എന്തായാലും ഗോൾഡൻ മൈക്കിലെ രണ്ടുപേരും കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. തേജസ് റെഡി? ഓക്കെ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. യെസ്, അപ്പൊ പ്രേക്ഷകരെ സന്തോഷിച്ചോളൂ. തേജസിന്റെ ഫാൻസിനും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണിത്. തേജസ് സെമി ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. സൂപ്പർ. ഓക്കെ, ബൈ.